VS അച്യുതാനന്ദൻ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നയാൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എല്ലാ വിശേഷണങ്ങൾക്കും അപ്പുറത്ത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ചരിത്രത്തിലെ അതിദീപ്തമായുള്ള ഏടുകളൊന്ന് സൃഷ്ടിച്ച മഹാമനുഷ്യൻ VS അച്യുതാനന്ദൻ, എക്കാലത്തെയും നേതാവ്, ലക്ഷക്കണക്കിന് മലയാളികളുടെ കണ്ണും കരളുമായ, അവരുടെ നെഞ്ചിലെ റോസാപ്പൂവായ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി ആസ്ഥാനത്ത്, ആലപ്പുഴ ജില്ലയിലെ ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷം ഇതാ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്തതായി അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം നടക്കുക. ഒരുപാട് ആളുകളെ നേരിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി കാണണം എന്ന് കരുതിയ ഒരുപാട് ആളുകൾ നിരാശരായിട്ടുണ്ട്. പക്ഷേ അവർ അക്ഷമയില്ലാതെ അവർ വളരെ മുദ്രാവാക്യം വിളികളോടെ വലിയ ആവേശത്തോടെ അദ്ദേഹത്തിന് വിട പറയുകയാണ്. അവർ ആ ഭൗതിക ശരീരത്തിന് വാഹനത്തിന് ചുറ്റുപാടും നിന്ന് അദ്ദേഹത്തിൻ്റെ നിശ്ചേതനയാർന്ന ആ ശരീരത്തിന് നേരെ മുഷ്ടികൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോഴും തടിച്ചു നിൽക്കുകയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ, ഗേറ്റിന് മുന്നിൽ. ഇപ്പോൾ നമുക്ക് കാണാം, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ കിടത്തിയിരിക്കുന്ന ആ സഭാ മഞ്ചത്തിന് നേർക്ക് മുഷ്ടികൾ ചുരുട്ടി കണ്ണീരാണോ മഴവെള്ളമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ നനഞ്ഞ് മനുഷ്യർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തെ നേരിട്ട് കണ്ടുള്ളവർ, അദ്ദേഹത്തിന് പ്രസംഗം കേട്ടിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൽ നിന്ന് കമ്മ്യൂണിസം പഠിച്ച ആളുകൾ, അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിട്ട് ഉള്ളിലേക്ക് എടുത്തിരിക്കുന്ന മനുഷ്യർ അദ്ദേഹത്തിന് നേരെ മുഷ്ടികൾ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുകയാണ്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം ഇതാ വീണ്ടും ഒരിക്കൽ പോലും ആ മുദ്രാവാക്യത്തിൻ്റെ ശബ്ദം താടുന്നില്ല, ഉച്ചസ്ഥായിയിൽ തന്നെ മുഴങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം വിളികൾ. VS അച്യുതാനന്ദന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന, ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന ആലപ്പുഴ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ്. ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലം എന്ന് നമുക്കറിയാം. അങ്ങേയറ്റം രാഷ്ട്രീയ ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാലം കടന്ന് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പോരാട്ടം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആവേശത്തോടെ, വലിയ ആദരവോടെ ജനം വിട പറയുകയാണ്. മുദ്രാവാക്യം വിളികൾക്ക് മുകളിൽ എൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ശബ്ദം പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുദ്രാവാക്യം വിളികളാണ് എല്ലാത്തിനും മുകളിൽ. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ ഇന്നലെ മുതൽ മുഴങ്ങി കേൾക്കുന്ന മുദ്രാവാക്യം. ഒരു കാലത്ത് പാർട്ടി വിഭാഗീയതയുടെ അടയാളവാക്യമായി ആളുകൾ ഔദ്യോഗിക പക്ഷമൊക്കെ കണ്ടിരുന്ന, പാർട്ടിക്കാർ തന്നെയും വിളിച്ച് സംശയിച്ചിരുന്ന ആ മുദ്രാവാക്യത്തെ ജനകീയമായിട്ട് മറ്റൊരാൾക്കും കൊടുക്കാനില്ലാത്ത വിധം അത് സ്വന്തമാക്കിയിട്ട് ആണ് VS അച്യുതാനന്ദൻ മടങ്ങുന്നത്. അതിപ്പോൾ CPM-ന്റെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ മുദ്രാവാക്യമല്ല, അത് CPM-ന്റെ തന്നെ പോലും മുദ്രാവാക്യമല്ല. അതിപ്പോൾ കേരളത്തിൻ്റെ ആകെ CPM-നെ എതിർക്കുന്ന രാഷ്ട്രീയ പക്ഷങ്ങളുടെ കൂടെ മുദ്രാവാക്യമായിട്ട് അത് മാറിയിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഇതാ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ വഹിച്ചുകൊണ്ട് ആ വാഹനം ഇതാ ഇപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് നിന്ന്, ഓഫീസിൽ നിന്ന് പോവുകയാണ്. ആ വാഹനത്തിന് പോകാവുന്നതിൽ ഏറ്റവും സ്ലോ ആയിട്ടാണ്. അതായത് ഈ വാഹനം ഒരിക്കൽ പോലും ഇത്രയ്ക്ക് പതുക്കെ നീങ്ങിയിട്ടുണ്ടാകില്ല. അത്ര പതുക്കെയാണ് ഒരു ഡ്രൈവറും ഒരുപക്ഷെ ഇത്രയ്ക്ക് പതുക്കെ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ടാകില്ല ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ എന്ന പോലെ. കാരണം അത്രയ്ക്ക് പതുക്കെ മാത്രമേ അത് ഓടിക്കാനാകുന്നുള്ളൂ. രണ്ട് വശത്തും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിങ്ങനെയാണ് അവിടെ നിന്ന് മുഴുവൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാണ് ഈ മനുഷ്യർ ഇങ്ങനെ ഈ മഴയത്തും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് എന്നൊരുപക്ഷേ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളിപ്പോൾ വരികയാണെങ്കിൽ സംശയിക്കും. പക്ഷേ VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഗരിമ, അതിന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആദരവ്, അതേക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ആ സംശയം ഉണ്ടാവുകയില്ല. അദ്ദേഹം അർഹിക്കുന്നതിലെ ഏറ്റവും കൂടിയ ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് ഒട്ടും ക്ഷീണിക്കാത്ത മുദ്രാവാക്യം വിളികൾക്കകത്തുകൂടിയാണ്. അത്ഭുതം തോന്നുന്ന വിധത്തിലാണ്. അതായത് ഇവിടെ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരേ സ്ഥായിയിൽ മുദ്രാവാക്യം വിളിക്കാനാകുന്നത്, ഒരേ സ്ഥായിയിൽ ഒട്ടും ആവേശക്കുറവില്ലാതെ മുദ്രാവാക്യം വിളിക്കാനാകുന്നതെന്ന സംശയമാണ് നമുക്കുണ്ടാവുക. നമ്മൾ ഓർക്കേണ്ടത്, രാവിലെ പുലർച്ചെ വന്ന് എന്തെങ്കിലും കഴിക്കുക പോലും ചെയ്യാതെ നിൽക്കുന്ന മനുഷ്യരാണ് ഈ അവരുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ മുദ്രാവാക്യം വിളികൾ മുഴക്കുന്നതെന്ന് ഓർക്കണം. അവർ സംഘങ്ങളായി മാറി ഒരാൾ ഒരു മുദ്രാവാക്യം വിളി ഒരു സംഘത്തിൽ നിന്ന് മാറുമ്പോൾ അടുത്തത് ഈ തിരമാല വന്ന് മാറി അങ്ങ് പോകുന്നത് പോലെ അടുത്ത ആളുകൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ ശബ്ദം ഇന്നലെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയ സമയം തൊട്ട് ഈ ശബ്ദം ഇങ്ങനെ ചെവിയിൽ വന്ന് അലയ്ക്കുകയാണ്. ഒരു തിരമാല, ഒരു കടൽ തീരത്ത് നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ തിരമാലയുടെ ശബ്ദം ഇങ്ങനെ നിരന്തരമായിട്ട് കേൾക്കുന്നത് പോലെ ഈ മുദ്രാവാക്യം വിളി നമ്മുടെ ചെവിയിൽ വന്ന് ഇങ്ങനെ മുഴങ്ങുകയാണ്. 4 ഭാഗത്തു നിന്നും മുഴങ്ങുകയാണ്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം. മറ്റൊരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്, പക്ഷേ ആ മുദ്രാവാക്യം എല്ലാത്തിൻ്റെയും ഒടുവിൽ അതുകൂടെയുണ്ട്. പതുക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആളൊഴിയുകയാണ്. ആലപ്പുഴയിൽ P. കൃഷ്ണപിള്ളയുടെ പേരിലുള്ള
പി കൃഷ്ണപിള്ള സ്മാരകമായിട്ടുള്ള ആലപ്പുഴ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആളൊഴിയുകയാണ്. ആളുകൾ അവർക്ക് കാണാനുണ്ടായിരുന്ന ആള് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റിക്രിയേഷൻ ഹാളിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയതിനെ തുടർന്ന് ആളുകൾ പതുക്കെ ഒഴിയുകയാണ്. ഇവിടെ മാധ്യമപ്രവർത്തകർ മാത്രം ബാക്കിയാകും, നേതാക്കളും മാധ്യമപ്രവർത്തകരും മാത്രം ബാക്കിയാകും, റെഡ് വളണ്ടിയേഴ്സും ബാക്കിയാകും. പിന്നീട് റെഡ് വളണ്ടിയേഴ്സും നേതാക്കളും അടക്കമുള്ള ആളുകൾ അവരവർക്കാകുന്ന വഴിയിലൂടെ ഇനി അടുത്ത സ്ഥലം ഏതാണ് എന്ന് വെച്ചാൽ അവിടേക്ക് പോകും. മാധ്യമപ്രവർത്തകർ അടുത്ത ഇടത്തേക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ആരാണോ ഉള്ളത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങും. പക്ഷേ VS അച്യുതാനന്ദൻ്റെ ഓർമ്മ ഇവിടെ അവശേഷിപ്പിക്കും. സഖാവേ സഹോദരാനാം കേട്ട ദീർഘം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആലപ്പുഴ കടപ്പുറത്തെ റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. പെരുമഴയത്തും അക്ഷീണരായി മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെയും ജനങ്ങളെയുമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കാണാനിടയായത്. വിപുലമായ സൗകര്യങ്ങളാണ് പൊതുദർശനത്തിനായി അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ആണ് മൃതദേഹം റീക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിക്കുന്നത്. നിരവധി പേരാണ് അവിടെയും തടിച്ചുകൂടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീരാജ് ഉണ്ട് അവിടെ നിന്നും. ശ്രീരാജ്, അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്ര പേർ, എണ്ണിയാൽ ഒടുങ്ങാത്ത പേർ അവിടെ എത്തിയിട്ടുണ്ടാകും. അനുരാഗുണ്ട് റീക്രിയേഷൻ ഗ്രൗണ്ടിന്റെ പരിസരത്ത് നിന്നും. അനുരാഗിന് എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? അഖില, ജനസാഗരം ആണ്. റിക്രിയേഷൻ ഗ്രൗണ്ട് ബീച്ചിനടുത്താണ്. അതായത് അങ്ങോട്ടടിക്കുന്നു, ഇവിടെ നിന്ന് മനുഷ്യക്കടൽ അങ്ങോട്ടടിക്കുന്നു എന്ന കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളത്. ഇത് അവസാനവട്ട ഒരുക്കത്തിലേക്ക് പോലീസെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം കൂടി നിന്ന് ആ മുദ്രാവാക്യം വിളികളായിരുന്നു. രാവിലെ മുതൽ അണമുറി മുദ്രാവാക്യം വിളിയായിരുന്നു. കണ്ണേ കരളയ VSA എന്നുള്ള ആ മുദ്രാവാക്യം വിളി തന്നെയാണ് എല്ലായിടത്തും അലയടിച്ച് കേട്ടത്. അത് തന്നെയാണ് ഇവിടെയും. ഒരാളുടെ കണ്ഠമിടറുമ്പോൾ മറ്റൊരാൾ അത് ഏറ്റുവിളിക്കുന്ന സാഹചര്യം അത് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കൊണ്ടുവരുന്നു, DC-യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്നതോടെ ഇവിടെ എല്ലാം നിശബ്ദമായിരിക്കും. ഇത്രയും നേരം അദ്ദേഹത്തെ കാത്തുനിന്ന് മുദ്രാവാക്യം വിളികളോടെ, അദ്ദേഹത്തെ സ്നേഹത്തോടെ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമായത് ഇപ്പോൾ നിശബ്ദമായി എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ബസ് കാത്തു നിൽക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക്, ഈ കടൽക്കരയിലേക്ക് എത്തിക്കുമ്പോൾ ഇടിമുഴക്കം പോലെ ആ മുദ്രാവാക്യം വിളികൾ വീണ്ടും ഉയർന്നു കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തും രാവിലെ ഈ പൊതുദർശനം ഉണ്ടായിരുന്ന ഇടങ്ങളിലെല്ലാം മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾക്കാർ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് അടുക്കുന്ന ഈ വേളയിൽ മഴ കുറച്ച് കനക്കുകയാണ്. പ്രകൃതി പോലും കരയുന്ന ആ സാഹചര്യമാണ്. ആ സാഹചര്യം പോലും വകവയ്ക്കാതെ തൊഴിലാളി വർഗങ്ങളടക്കമുള്ള സാധാരണക്കാർ ഇവിടെ കാത്തിരിക്കുന്ന ാണ്. അവരോട് എത്രയോ മഴയും വെയിലും കൊണ്ടതാണ് VS. ആ VSനെ അവസാനമായി ഞങ്ങൾ കൊള്ളുന്ന ഈ മഴയൊന്നും ഒരു മഴയല്ല എന്ന് ഇവർ കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം വിളികൾ വീണ്ടും അക്ഷമരായി അദ്ദേഹത്തെ കാത്ത് നിൽക്കുകയാണ്. ഇവിടെ എന്തായാലും എത്ര സമയത്തോളം ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്ന കാര്യത്തിലൊന്നും പാർട്ടിക്കാർക്ക് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. കാരണം നേരത്തെ വീട്ടിൽ നമ്മൾ കണ്ടതാണ്, 1:30 ഭൗതിക ശരീരം അവിടെ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അതിനും കൂടുതൽ ആളുകൾ, അതായത് എത്ര ദിവസം ഇവിടെ VS ഉണ്ടായിരുന്നാലും അത്രത്തോളം ദിവസം ആളുകൾ വീണ്ടും കാണാൻ എത്തുന്ന സാഹചര്യമാണ്. ഒരിക്കൽ കണ്ടാൽ പോലും നിമിഷങ്ങൾ മാത്രമാണ് ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. കാരണം അത്രത്തോളം ആളുകളുണ്ട്. അവർക്ക് വീണ്ടും കാണാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലാണ് VS ഇവിടെ ജീവിച്ചവസാനിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ജനകീയനായിരുന്നു. വേലിക്കകത്ത് വീടൊക്കെ തന്നെ നമുക്കറിയാം. അദ്ദേഹം വരുന്ന വർഷത്തിൽ 2 തവണയും അവിടെ ഉത്സവമാണ്. ആലപ്പുഴക്കാർക്ക് ഉത്സവമാണ്. ആലപ്പുഴയിൽ നിന്ന് അടക്കം, അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് പുറത്തു നിന്നടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആശ്വാസം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു പരാതി ഉണ്ടെങ്കിൽ, ഒരു പരിഭവം
ഏതെങ്കിലും വിഷമമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ, അദ്ദേഹത്തിന് അരികിലൊന്നിരുന്ന് ആ കാര്യം ഒന്ന് പങ്കിട്ടാൽ മതി അവർക്ക് ആശ്വാസം ലഭിക്കാൻ. അദ്ദേഹത്തിന്റെ ഒരു നോട്ടം, അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, നമുക്ക് നോക്കാം എന്ന ഒരു വാക്ക് മതി ആളുകൾക്ക് അത്രത്തോളം ആശ്വാസമായിരുന്നു. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നവരെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് ആശ്വാസത്തോടെ ഇറങ്ങിപ്പോയ വീടാണ് വേലിക്കകത്ത് വീട്. ആ വേലിക്കകത്ത് വീട്ടിന് മുന്നിലാണ് ഇന്ന് സങ്കടം തളർന്നു കെട്ടിക്കിടന്നത്. നമ്മൾ എല്ലാവരും കണ്ടതാണ്. കണ്ണ് നിറഞ്ഞു കയറിപ്പോയവരെല്ലാം ഭൗതിക ശരീരം കണ്ട് നെഞ്ചു പൊട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നത് നമ്മൾ കണ്ടു. അതേ കാഴ്ച തന്നെയാണ് ഇവിടെ. എല്ലാവരും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തുന്ന വശം നോക്കി കാത്തു നിൽക്കുകയാണ്. ഇവിടെ വിപുലമായ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പന്തലൊക്കെ ഒരുക്കിയെങ്കിലും ആ പന്തൽ ഇവിടെ ഇപ്പോൾ ചെറുതായി മാറിയിരിക്കുകയാണ്. കാരണം അത്രത്തോളം ആളുകൾ കൂടുന്തോറും ഈ പന്തൽ ചെറുതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കടൽക്കര ഒന്നാകെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. എല്ലായിടത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പല ജില്ലകളിൽ നിന്നടക്കം രാവിലെ മുതൽ നമ്മൾ പ്രതികരണം എടുത്തവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരെല്ലാം വയനാടും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും എന്നടക്കമുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. കാരണം DC-യിലും വീട്ടിലുമെല്ലാം എത്തിയപ്പോഴും അവിടെ ബാക്കി ആളുകൾ ഉണ്ടായിരുന്നു, ഇനിയും ആളുകൾ കാണാനുണ്ടായിരുന്നു. അവരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു നോക്ക് കണ്ടവർ, നിമിഷങ്ങൾ മാത്രം കണ്ടവരും ഇവിടേക്ക് വീണ്ടും വീണ്ടും കാണാനായി എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രകൃതി കരയുന്ന കാഴ്ചയാണ് ഇവിടെ